ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ കൂടെ പോണത് ഒരു മാരേജ് ഫംഗ്ഷനാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ്. വളരെ കുട്ടി ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാപ്പു രാവിലെ എണീറ്റ്. സാധാരണ അവൻ 9 മണിയാവാതെ എണീക്കത്തില്ല. ഇന്ന് എന്തോ 7 മണിയായപ്പോഴേ കുട്ടി എണീറ്റു. അങ്ങനെ ഞാൻ താഴെ മാമൻ്റെ കൊടുത്തേക്കുവാണ്. ഇനി ഞാൻ ടക്കടക്കേന്ന് പറഞ്ഞ് റെഡി ആയിട്ട് വേണം അവനെ കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുത്ത് പോകാനായിട്ട്. എനിക്ക് 10-11 മണിയാകുമ്പോൾ അവിടെ എത്തണം. ഇപ്പോൾ 8:30 മണിയായിട്ടുണ്ട്. അപ്പോൾ 11 മണിക്കുള്ളിൽ എനിക്ക് അവിടെ എത്തണമെങ്കിൽ ഞാൻ 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. 8:30 മണിക്ക്. അപ്പോൾ എന്താ നടക്കത്തില്ല. കാരണം ഞാൻ ഒരുങ്ങി പാപ്പൊരു ഫുഡ് കൊടുത്തെത്തുമ്പോൾ എന്തായാലും താമസിക്കും. റെഡിയാവട്ടെ. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് കാണാം. ഞാൻ ബസ്സിലാണ് പോയത് മോനെയും കൊണ്ട്. അപ്പോൾ തനിച്ച് ഞാൻ ആദ്യമായിട്ടാണ് മോനെയും കൊണ്ട് പോകുന്നത്. അല്ലാതെ ആരെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും കാണും. ഇതിപ്പോൾ ഒറ്റയ്ക്ക് ആയതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കയറുമ്പോൾ. അതും രാവിലെ ആയതുകൊണ്ട് സ്കൂൾ പിള്ളേർ പോകുന്ന ഭയങ്കര തിരക്കുമാണ് ബസ്സുകളിൽ. കയറിപ്പോൾ നല്ല തിരക്കായിരുന്നു. ആരോ എണീറ്റ് തന്നിട്ടാണ് ഇരുന്നത് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പിന്നീട് പാലുടെ കഴിഞ്ഞപ്പോൾ തിരക്ക് കുറഞ്ഞു. അപ്പോഴത്തേക്കും മോൻ ഉറങ്ങുകയും ചെയ്തായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഹലോ, ഞാനങ്ങനെ ഇവിടെ എത്തി. ഹസീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പാപ്പുത ഇവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി ഞാനെടുത്ത് കല്യാണ പെണ്ണെ കാണിച്ചു തരാം. ഒരുങ്ങുന്നതിന് മുന്നേ ഉള്ള വീഡിയോ. ഇതാണ് ഹസീന. ഇവളാണ് നമ്മുടെ കല്യാണ പെണ്ണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കല്യാണം. അധികം ആൾക്കാരാരുമില്ല, നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. വേണ്ടപ്പെട്ട ആളുകൾക്കാണ്. അതിൽ ഞാനും ഉണ്ടെന്നുള്ള സന്തോഷം. സ്പെഷ്യൽ ഗസ്റ്റ് ഫോർ മീ. അപ്പം ഗൈസ്, ഞാൻ ഇവിടെ ഒരുക്കാനാണ് വന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ഒരുക്കക്കാരിയാണ്, പക്ഷെ അല്ല. ഇവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഭയങ്കര മേക്കപ്പ് ആർട്ടിസ്റ്റ്. എനിക്ക് ഈ മേക്കപ്പിന് വലിയ അറിവോ ധാരണകളോ ഒന്നുമില്ല. പക്ഷേ ഇവൾക്ക് എന്നെ വിശ്വാസമായതുകൊണ്ടുള്ള പറഞ്ഞിട്ട് നീ ചെയ്താൽ മതി. അതായത് അത്രയും കുട്ടി ഫംഗ്ഷനാണ്. വീട്ടിൽ വെച്ച് തന്നെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തിയിട്ട് പിന്നെ ഇങ്ങ് വരുവാണ് ചെയ്യുന്നത്, വീട്ടിൽ വരുവാണ് ചെയ്യുന്നത്. അപ്പം ഭയങ്കര കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവൾ പറഞ്ഞു നീ ചെയ്താൽ മതി, ചെറിയ ഫംഗ്ഷനല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞാൻ ചെയ്യാൻ വന്നത്. അത് ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴത്തേക്കും കറണ്ട് ഒക്കെ പോയിട്ട് പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. എനിക്കാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. എന്നെ അറിയുന്ന ആൾക്കാരുടെ മുമ്പിൽ മാത്രമേ എനിക്ക് ഞാനായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഫുൾ ഇതായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പം എനിക്ക് ഈ കോൺഫിഡൻസ് കുറവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ പിള്ളേർ ഇവളുടെ സ്റ്റുഡൻസൊക്കെ വന്ന്, ഇവൾ ടീച്ചറാണ്, അപ്പോൾ ഇവരുടെ സ്റ്റുഡൻസൊക്കെ വന്ന് ഇവർ വന്നിട്ട് ഓരോന്ന് അഭിപ്രായമൊക്കെ പറഞ്ഞപ്പം എൻ്റെ ഉള്ള കോൺഫിഡൻസ് പോയി. അയ്യോ ഞാൻ ചെയ്യുന്നത് മോശമാണോ, എനിക്കത് ചെയ്യാൻ പറ്റൂലേ, ഞാൻ ചെയ്തത് കുളമായി പോവോ, അവളുടെ ഒരു ബിഗ് ഡേ ആണ്. അപ്പോൾ അത് ഞാൻ കാരണം മോശമായി പോയാൽ അത് പിന്നീട് സമയത്ത് ഇവർക്ക് ആലോചിക്കുമ്പം വിഷമമല്ലേ വരുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് പാനിക്കായപ്പോഴത്തേക്ക് എല്ലാവരും ഇവർക്ക് എന്നെ മനസ്സിലായി. പെട്ടെന്ന് എനിക്കത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായപ്പോൾ ഇവരെല്ലാവരും പുറത്താക്കിയിട്ട് പിന്നെ ഞാനും അവളും മാത്രമേ. അതുപോലെ ആ സമയങ്ങളിൽ വാവ ചെറുതായിട്ട് ഒന്ന് പിണങ്ങിയൊക്കെ തുടങ്ങിയായിരുന്നു. റൂം അടച്ചതിന് ഇരിക്കുകയല്ലേ കുറേ നേരം. അങ്ങനെ പിന്നെ ഈ കുട്ടികൾ ഇവനെയും കൊണ്ടുപോയി പുറത്തൊക്കെ ഇരുന്ന് കുറേ നേരം കളിപ്പിച്ചതിന് ശേഷമാണ് വന്നത്. അപ്പം പിന്നെ ഇതാണ് ഞങ്ങളുടെ ആര്യ. ഞങ്ങൾ 3 പേരാണ് കേട്ടോ. ആര്യയും ഞാനും ഹസീനയാണ്. അവളും ടീച്ചറാണ്. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് ഇടയ്ക്ക് വന്നതാണ്. എന്നിട്ട് അവൾ പെട്ടെന്ന് പോവുകയും ചെയ്തു കേട്ടോ. ഇതാണ് ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം ലുക്ക്. പക്ഷെ പെട്ടെന്ന് അവളൊന്ന് പാനിക്കായി. പറഞ്ഞ സമയത്തിനല്ല പയ്യൻ വന്നത്. അപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ വന്ന ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വിഷമം അവൾക്ക് വന്ന്. ഇതാണ് പയ്യൻ. പിന്നെ വന്നതിന് ശേഷം പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തി. എനിക്കൊന്ന് ഫ്രഷ് ആവണം, ഒന്ന് റെസ്റ്റ് എടുക്കണം. ഭയങ്കര ക്ഷീണം. എനിക്ക് ചെറുതായിട്ട് ചുമയൊക്കെയാണ്. ഞാൻ തണുത്ത വെള്ളമൊക്കെ കുടിച്ചായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.